ഇപ്പോൾ ശനിദേവൻ ജസ്റ്റിസിൻ്റെ ദേവനാണ്. അപ്പോൾ ഈ ശനിദേവൻ നമുക്കൊന്നും പ്രത്യേകിച്ച് പണിഷ്മെൻറ്റ് തരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മഫലമാണ്. നമ്മുടെ മുദ്രാ തെറാപ്പിയിൽ നമുക്ക് ശനിദോഷം വരെ മാറ്റാൻ പറ്റും. കാരണം ഈ പഞ്ചഭൂതങ്ങളുടെ ശനിദോഷവും മാറ്റാൻ റേക്കി ഹീലിംഗ് കൊണ്ട് പറ്റും. പിന്നെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ വിളക്ക് കൊളുത്തി ഈ ദൈവങ്ങളുടെ മുന്നിൽ ചെന്നിരുന്നല്ല ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുമില്ല എന്നുള്ളത്. അതിൻ്റെ ആ പവർഫുള്ളായിട്ട് നമ്മുടെ ആ സെൽസിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. നിമിഷനേരം കൊണ്ട് നമ്മുടെ ചിന്താഗതി തന്നെ മാറും. നമ്മുടെ ചിന്താഗതി മാറുന്നത് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾ മാറുക വേദമന്ത്രത്തിനും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഏഞ്ചൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ ഏഞ്ചൽ തെറാപ്പി? എന്തോ ഇതിലൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോഴേ ഈ ബോധിസത്വന്മാരെന്ന് പറയുന്നത് നമ്മൾ ബുദ്ധൻ്റെ ആ ഒരു സിസ്റ്റമൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ധ്യാനം, പിന്നെ ഒറ്റയ്ക്കിരുന്നുള്ള കാര്യങ്ങളാണ് അവർക്ക്. ആൾക്കൂട്ടത്തിൽ തനിച്ചായിരിക്കും അവർ. ചുറ്റിനും ആളുകളുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് എപ്പോഴും വേറിട്ട ചിന്തകൾ, ഒറ്റയ്ക്കിരുന്ന് അവർ പ്രവർത്തിക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണ്. അപ്പം ഇതിന് മുൻപത്തെ ജന്മത്തിൽ ഈ അദ്ദേഹം പറഞ്ഞത്, എനിക്കതിനെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്. അതായത് നമ്മൾ ഈ ബോധിസത്വന്മാരെന്ന് പറയുന്നത് 1000 കോടി ബോധിസത്വന്മാരുടെ രാജാക്കന്മാരായിട്ടാണ് വജ്രസത്വന്മാരെ പറയുന്നതെന്നാണ്. നമ്മൾ ഓരോ ഹീനയാനം, മഹായാനം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ ബുദ്ധമതത്തിൽ. അപ്പോൾ അതിൽ ഈ വജ്രസത്വൻ്റെ സ്ത്രീകളെ പറയുന്നത്, വജ്രസത്വന്മാരെന്ന് പുരുഷന്മാരെ പറയും, സ്ത്രീകളെ പറയുന്നത് വജ്രസത്വ യോഗിനി എന്നാണ്. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് റീഡ് ചെയ്തതാണ്. പുള്ളിക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ട്. ഞാനൊരു വജ്രസത്വ യോഗിനിയായിരുന്നത്, ടിബറ്റിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനത് കുറച്ചൊന്ന് വിശ്വസിക്കാൻ കാര്യം, എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫാമിലി ഉണ്ടായിരിക്കും, പക്ഷേ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഫാമിലിയെ കാണുകയും കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് കുറച്ച് സമയമുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഈ ഒരു ദൗത്യമാണ്. അതായത് നമ്മുടെ ഈ ലൈഫ് മിഷൻ ഉണ്ടല്ലോ, ഈ പർപ്പസ് നിറവേറ്റാൻ വേണ്ടി. കാരണം നമ്മൾ ഫാമിലി ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ, ഇതിലൊക്കെ ആയിട്ട് അങ്ങ് ഒത്തിരി ഇൻവോൾവ് ആയിപ്പോകും. അപ്പോൾ അത് ഇടയ്ക്കുള്ള സമയമേ ഞാൻ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോഴവിടേക്ക് പോവുക എന്നുള്ളതല്ലാതെ എൻ്റെ വീട് ഞാനൊരു ആശ്രമം പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എൻ്റെ ശിഷ്യരൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ വരും. എന്നാലും അവരെയും ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം. ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഹീൽ ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും പറയും ഇതൊരു ആശ്രമമാക്കിയിട്ട് മാറ്റണം, ഞങ്ങൾക്കൊക്കെ വന്ന് അവിടെ താമസിക്കാമല്ലോ ടീച്ചറെ എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ കാരണം ഞാനിപ്പം മനസ്സിലാക്കി. ഞാനങ്ങനെ ഇവരുടെ ഒരു പ്രേരണയിൽ ഞാനങ്ങനെ ആക്കാൻ തീരുമാനിക്കുകയും ചെയ്തായിരുന്നു. കരുനാപ്പള്ളിയിൽ ഒരു ആശ്രമം പോലെ തന്നെ തോന്നിക്കും, അങ്ങനെ വീടാണുള്ളത്. അപ്പോഴും ഈ ബോധിസത്വൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം, എന്നാൽ സക്സസ്ഫുൾ ആവത്തുള്ളെന്ന് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേ കാലം ഇതുപോലെ ആളുകളെ അവിടെ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ശിഷ്യരെ തന്നെ ഒരു ദിവസം ഇത്ര പേർക്ക് വരാം എന്നുള്ളൊരു അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ വന്ന് വൈകിട്ട് പോകുമായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ വർക്ക് ലാഗ് ചെയ്യുക. എനിക്ക് സന്തോഷമാണ് അവരുമായിട്ട് ഇരിക്കുന്നത്, പക്ഷേ എൻ്റെ ദൗത്യങ്ങൾ ലാഗ് ചെയ്യും. അപ്പോൾ ഇത് പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞത് ഈ അലക്സാറാണെന്ന് തോന്നുന്നു, അതോ വേറെ ആരാണ്, ഞാൻ കുറേ സ്വാമിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരുള്ള ഒരു മനോഹർ എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. ആ സ്വാമി ഒരു മനുഷ്യൻ്റെ അടുത്ത് വിട്ടപ്പെടത്തില്ല. ഇങ്ങനെ ഒരു അഭിമുഖം ചിലപ്പോൾ ആ സ്വാമിക്ക് കൊടുക്കാൻ പറ്റിയ സ്വീകരിക്കും തോന്നില്ല. പക്ഷേ അദ്ദേഹം ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞ നിങ്ങളുടെ വൈബ്രേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കാരണം. നിങ്ങൾ ഈ വർക്കുകളൊക്കെ അല്ലേ ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ വർക്കുകളൊക്കെ അല്ലേ ചെയ്യുന്നത്, നിങ്ങൾ ഈ ലെവലിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ വൈബ്രേഷൻ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ വേറൊരു സ്വാമി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ഈ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടില്ല, അതാണ് വീണ്ടും ജന്മം. ജന്മങ്ങളിൽ ഇത് തന്നെയായിരുന്നു. ടീച്ചർ മെന്റൽ ഹീലറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്.
പിന്നെ ഒരു ടാരോ റീഡറാണ് പറഞ്ഞത് ഒരു ജന്മത്തിൽ ഞാൻ ഏഞ്ചലായിരുന്നു എന്ന്. അപ്പം എനിക്കെപ്പോഴും ഈ സ്കൈ ഗേസിങ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അവിടെ നിന്നാണ് എനിക്ക് എനർജിയും കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് പീസ്ഫുൾ ആക്കുന്നതും എനിക്ക് ആ എനർജി വൈബ്രേഷൻ കിട്ടുന്നതും എല്ലാം ഈ സ്പേസിൽ നിന്നാണ്. ഞാൻ വിളക്ക് കൊളുത്തി ഈ ദൈവങ്ങളുടെ മുന്നിൽ ചെന്നിരുന്നല്ല, ഞാനങ്ങനെ പ്രാർത്ഥിക്കാറും ഇല്ലെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു യുക്തിവാദിയാണ്. പ്രാർത്ഥന അങ്ങനെയുള്ള വലിയ പ്രാർത്ഥനകളൊന്നുമില്ല. വേദം ജപിക്കുന്നുണ്ട്. വേദമന്ത്രങ്ങൾക്ക് അതിൻ്റേതായ പവറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളൊരു നാമം ജപിച്ച് നമ്മൾ ടയേർഡാവും. ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കും. ഞാൻ എല്ലാവരും ഈ നാമം ജപിക്കുന്നത് കണ്ട് ഞാനൊന്ന് നാമം ജപിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ക്ഷീണിക്കും, നാക്കൊക്കെ കുഴയുന്ന പോലെ. പക്ഷേ വേദമന്ത്രം ജപിക്കുമ്പം അതിൻ്റെ ആ ഒരു ആക്സെൻറ്റും ആ ഒരു ഇൻ്റർനേഷൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ പവർഫുള്ളായിട്ട് നമ്മുടെ ആ സെൽസിനെയൊക്കെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. നിമിഷനേരം കൊണ്ട് നമ്മുടെ ചിന്താഗതി തന്നെ മാറും. നമ്മുടെ ചിന്താഗതി മാറുന്നത് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾ മാറുക വേദമന്ത്രത്തിനും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം എൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീ പുരുഷോത്തമൻ സാറാണ്. അദ്ദേഹം അതിനു വേണ്ടി ഒത്തിരി സമർപ്പണം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിൽ ഓരോ വേദമന്ത്രങ്ങൾക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അല്ലാതെ തന്നെ ഈ സ്വരങ്ങൾക്ക്, സൗണ്ടിന് ഭയങ്കര വൈബ്രേഷനാണ്. നമുക്ക് ഈ ഓങ്കാരം തന്നെ, നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ബിഗ് ബാങ് തിയറി അതിലൂടെ ആണല്ലോ. അപ്പോൾ അതിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഇപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ തന്നെ കൊറോണ വന്ന സമയത്ത് അവിടെ ഈ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് അവിടെ അതിനെ അകറ്റി നിർത്തി. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കൊറോണ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. മാം, കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഏഞ്ചൽ ആയിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണോ ഏഞ്ചൽ തെറാപ്പി? എന്തോ ഇതിലൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഈ ഏഞ്ചൽ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏഞ്ചൽസ് ഉൾപ്പെടും, പിന്നെ ദേവീ ദേവന്മാർ, സുപ്രീം ഗോഡ്, സുപ്രീം ലോർഡ് ഉൾപ്പെടും. നമ്മൾ ഹിന്ദു ദൈവങ്ങളും ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. പിന്നെ നമുക്ക് ഡിവൈൻ മാസ്റ്റേഴ്സ് ഉൾപ്പെടും, ആൻസസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ പൂർവികർ. അപ്പോൾ ഇവരുടെ എല്ലാം എനർജി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നൊരു ഹീലിംഗാണ്. പക്ഷേ അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കർമ്മഫലം മാറാൻ സമയമായിട്ടുള്ളവർക്കേ ആ ഹീലിംഗ് ഫലിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നത്. ഒരാളെ കാണുമ്പോൾ അയാൾക്ക് കർമ്മഫലം മാറാൻ സമയമായിട്ടുണ്ട് എന്നൊരു ഇൻഡ്യൂഷൻ വരും. അങ്ങനെയുള്ള ഇൻഡ്യൂഷനും ചിലപ്പോൾ വരും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയെ ഹീല് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇൻഡ്യൂഷൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഏത് വ്യക്തിയാണെങ്കിലും ഏഞ്ചൽ ഹീലിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകുന്നത് എൻ്റെ ഇൻഡ്യൂഷനിലെ ഹീലിംഗാണ്. ഞാനത് നോക്കിയിട്ടുണ്ട്. രണ്ടും പ്രത്യേകം സെപ്പറേറ്റ് ഒരു വ്യക്തിയിൽ തന്നെ പരീക്ഷിക്കുമ്പോൾ ഏഞ്ചൽ ഹീലിംഗും നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മഫലം നമ്മൾ കുറേ അനുഭവിച്ച് തീരാറാകുന്ന സമയമുണ്ടല്ലോ, എന്നാൽ ദൈവം രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് അവിടെ. അതും ഈ ജ്യോതിഷത്തിലെ രാശി മാറ്റവും ഇതെല്ലാം ഏകദേശം ഒന്നാണ് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷത്തിലെ രാശി മാറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ തന്നെയാണ്. നമ്മൾ ഗ്രഹങ്ങൾക്കൊന്നും ഒരു ദോഷവും ഇല്ല. ഗ്രഹങ്ങളെല്ലാം നല്ല ഗ്രഹങ്ങളുമാണ്. അതിൻ്റെ യഥാസ്ഥാനത്ത് അതിൻ്റെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ശനിദേവൻ ജസ്റ്റിസിൻ്റെ ദേവനാണ്. അപ്പോൾ ഈ ശനിദേവൻ നമുക്കൊന്നും പ്രത്യേകിച്ച് പണിഷ്മെൻറ്റ് തരുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ കർമ്മഫലമാണ്. ഇപ്പോൾ ഒരു വ്യക്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ ശനിഗ്രഹത്തിൻ്റെ മാറ്റത്തിൽ ആ വ്യക്തിക്ക് ആ ടൈം ആകുമ്പോഴാണ് ഈ പണിഷ്മെൻറ്റ് വരിക. ഇപ്പോൾ ജസ്റ്റിസിൻ്റെ ദേവനല്ലേ അങ്ങനെയുള്ള. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ തന്നെ കേതു ഗ്രഹവും അങ്ങനെ പറയും. അപ്പോൾ നമ്മളൊരു ഹേതു ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാകുക. ആ ടൈമിൽ നമ്മൾ വളരെ നീതിയോടെ ന്യായത്തോടെ പെരുമാറാവും. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മുടെ മൈൻഡാണ്. അതായത് നമ്മൾ ഒരു ന്യായാധിപനെ പോലെ തന്നെ നമ്മൾ എല്ലാവരോടും നീതിയോടെ ന്യായത്തോടെ പെരുമാറാവും. എന്നാലേ നമുക്ക് ഈ ജീവിതം നമുക്ക് സമാധാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം അടിസ്ഥാനം അതാണ്. ജ്യോതിഷമാണെങ്കിലും മാം ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ജ്യോതിഷം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അടിസ്ഥാന തത്വം പക്ഷേ ഇതിലുണ്ട് കേട്ടോ. നമ്മുടെ മുദ്രാ തെറാപ്പിയിൽ നമുക്ക് ശനിദോഷം വരെ മാറ്റാൻ പറ്റും. കാരണം ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു കോമ്പിനേഷൻസിൽ നമുക്ക് ഈ ജലം, അഗ്നി, വായു
നമുക്ക് ഇതുപോലുള്ള കുറേ വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ ഓറയിലാണ് ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അത് ശനിദോഷവും മാറ്റാൻ റേക്കി ഹീലിംഗ് കൊണ്ട് പറ്റും. പിന്നെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ അസാധ്യമായിട്ടൊന്നുമില്ല. റേക്കി ഹീലിംഗ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മുദ്ര തെറാപ്പി, ഈ കോമ്പിനേഷനിലാണ് ഞാനിത് മാറ്റുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ സിറ്റിങ് ചിലർ പറയും, അത് റേക്കി മാത്രം ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണ്. ഇത് ഞാൻ എൻ്റെ ഇൻഡ്യൂഷനിൽ ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു രീതിയാണ് എൻ്റെ ഈ ഹീലിംഗ് മെത്തേഡ്.